ഗവൺമെന്റിനെ നിലനിർത്താൻ കോടിക്കണക്കിൽ പാർലമെന്റ് മെമ്പർമാർക്ക് കൈക്കൂലി കൊടുത്തു, കോഴ കൊടുത്തു. അതിപ്പോ ഈ കുറഞ്ഞ 2-3 ദിവസമായി വളരെ സജീവമാണ്. നമ്മുടെ വീടുകളിലൊക്കെ TV മാധ്യമങ്ങളുണ്ടല്ലോ, പത്രങ്ങളുണ്ടല്ലോ. പരസ്യമായി ഈ പാർലമെന്റിൽ കോടികളുടെ കൈപ്പറ്റിയവർ കൊടുത്തവർ അത് പൊട്ടിക്കാറ്റിയില്ലേ. ഇപ്പോ അവരും ഇതാ കോടതിയെ സമീപിക്കാനും അഴിമതി നടത്താനും ജയിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കാളികളായ മന്ത്രിമാരാണ് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത്. രാജ ഈ 2G സ്പെക്ട്രം കേസിലെ മുഖ്യ പ്രതി, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ അവർ അഴിമതിക്കാരാണ് എന്ന് മാത്രമല്ല, ഭരണം കൈയാളുന്ന മാസങ്ങളോളം കൈകാര്യം ചെയ്ത് കോടികൾ വെട്ടിമാറ്റിയ അത് തെളിഞ്ഞപ്പോ ഇപ്പോ തിഹാർ ജയിലിൽ ഈ രാജ ഗോതമ്പുണ്ട കഴിച്ച് കിടക്കാണ്. അത് രാജപാത്രമാണോ? നമുക്കറിയാലോ, നമ്മുടെ ഡൽഹിയിലുള്ള അന്തർദേശീയ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് കോടികൾ വെട്ടിവിഴുങ്ങിയതിന്റെ ആ മന്ത്രി ജയിലിൽ കിടക്കുന്നത്.